സ്ലീവ രണ്ടാമത് വിശുദ്ധ മത്തായി സുവിശേഷം 24-ാം അധ്യായം 29 മുതൽ 32 വരെയുള്ള തിരുവചനങ്ങളുടെ വിശകലനം. മനുഷ്യപുത്രന്റെ ആഗമനം. അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ അവനെ സമീപിച്ചു ചോദിച്ചു, ഇതെല്ലാം എപ്പോൾ സംഭവിക്കും? തുടർന്ന് യുഗാന്തത്തെക്കുറിച്ച് യേശു നടത്തുന്ന നീണ്ട പ്രഭാഷണത്തിന്റെ ഒരു ഭാഗമാണ് നാം ഇന്ന് വായിച്ച് ധ്യാനിക്കുന്നത്. മത്തായി 24:23 മുതൽ 36 വരെ. യുഗാന്തത്തിൽ മനുഷ്യനിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ പോലെ തന്നെ പ്രപഞ്ചത്തിലും നവീകരണങ്ങൾ സംഭവിക്കുന്ന ചിന്തകളാണ് ഇവിടെ വായിക്കപ്പെട്ടത്. അക്കാലത്ത് മനുഷ്യൻ ഏറെ പീഡനങ്ങൾ സഹിക്കേണ്ടി വരും. പിന്നീട് സൂര്യൻ ഇരുണ്ടുപോവുകയും ചന്ദ്രൻ പ്രകാശം തരാതിരിക്കുകയും നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് നിപതിക്കും എന്നതൊക്കെ പ്രപഞ്ചത്തിന് സംഭവിക്കാനിരിക്കുന്ന യഥാർത്ഥങ്ങളാണെന്ന് ആധുനിക ശാസ്ത്രം തന്നെ അംഗീകരിക്കുന്നു. ഇതൊക്കെ സംഭവിക്കുന്നത് കാണുമ്പോൾ പരിഭ്രമിക്കുകയല്ല, ജാഗ്രതയോടെ ഒരുങ്ങുക എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രഭാഷണം അവസാനിപ്പിക്കുന്നത്. ഇത് പ്രപഞ്ചത്തിന്റെ നാശമല്ല, നവീകരണമാണ്. പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കപ്പെടും. ദൈവത്തിൽ ചേർന്ന് നിൽക്കുന്നവൻ അതിലെ അംഗങ്ങളായിരിക്കും. അകന്നു നിൽക്കുന്നവരോ പുഴുക്കൾ ചാവുകയോ അഗ്നിയിൽ ശ്രമിക്കുകയോ ഇല്ലാത്ത ബീഭത്സമായ ഇടങ്ങളിലായിരിക്കും ചെന്നു പതിക്കുക. അവസാന വിധിനാളിൽ വലിയ കാഹളധ്വനിയോടുകൂടെ തന്റെ ദൂതന്മാരെ അവൻ അയക്കും. അവർ ആകാശത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ 4 ദിക്കുകളിൽ നിന്നും തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടും.